ആ പോസ്റ്റും ഫ്ലക്സും ഒക്കെ മാറ്റി വെക്ക്. എല്ലാം ഓക്കെയാ. ആ ഹലോ മാഡം. പ്രസിഡന്റ്, കുറച്ചു മുമ്പ് നമ്മൾ ഓഫീസിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങള് ആകാശ കേട്ട് അത് വീട്ടിലെത്തിച്ചു. ഓ അത് ശരി. അതുകൊണ്ട് രമേഷ് പായിപ്പാടിന്റെ ഭാര്യയ്ക്ക് എന്നെ ചെറിയൊരു സംശയം. ആണോ? സീറ്റ് കൊടുക്കാതെ നമ്മൾ പറ്റിച്ചു എന്നും പറഞ്ഞ് ഹേമാൻഡിയായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓ ഞാൻ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ച് കോൺഫറൻസ് ഇടാം. സീറ്റ് രമേഷ് പായിപ്പാടിന് തന്നെയാണെന്ന് തീർത്ത് പറഞ്ഞേക്കണം. പറയാം മാഡം. രമേശൻ ഇപ്പോഴേ മെമ്പർ ആയെന്ന് പറഞ്ഞേക്കാം. മാഡം വിളിക്ക്. ഓക്കെ. ആന്റി. മോളെ, പാർട്ടി പ്രസിഡന്റ് ജയദേവൻ ലൈനിലുണ്ട്. കോൺഫറൻസ് കോളാ. ഓ, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടുവോ? ശരി. അശ്വതി ചേച്ചി നേരിട്ട് കേട്ടോട്ടെ. ശരി മോളെ, ശരി. കേക്ക്. പ്രസിഡന്റ്, നമ്മള് രാവിലെ സംസാരിച്ച കാര്യങ്ങള് എന്താണെന്നൊന്ന് വിശദീകരിച്ച് പറയാമോ? രാവിലെ നമ്മൾ സംസാരിച്ചത് രമേശിന്റെ സീറ്റിന്റെ കാര്യമല്ലേ? കേക്ക്. സാധാരണ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് സീറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത്. മേഡം പറഞ്ഞതുകൊണ്ട് ഞാനും സെക്രട്ടറിയും പിന്നെ നമ്മുടെ മെമ്പർ കുഞ്ഞനന്ദനും നേരിട്ട് ചെന്നാ രമേശനെ അഭിനന്ദിച്ചത്. എന്നിട്ട് സീറ്റിന്റെ കാര്യം പറയുമായിരുന്നു. എന്താ മേഡം? രമേഷ് പായിപ്പാടിന്റെ വൈഫിന് നമ്മൾ അവരെ പറഞ്ഞ് പറ്റിച്ചതാണോന്നൊരു സംശയം. ഓ, അത് ക്ലിയർ ചെയ്യാനാ. പാർട്ടി തീരുമാനം രമേശിന് സീറ്റ് കൊടുക്കണമെന്നാ. അതിലൊരു സംശയവും വേണ്ട. ഓക്കെ, താങ്ക് യു. ഓക്കെ മേഡം. മോളെ പറഞ്ഞാട്ടെ. ആന്റി, പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞത് കേട്ടല്ലോ. കേക്കാം മോളെ, കേക്കാം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? കേക്ക്. രമേശ് ചേട്ടൻ മെമ്പർ ആവാന്നുള്ളതേ എന്റെയും കൂടെ ആഗ്രഹം. അത് ഇഷ്ടമില്ലാത്ത അസൂയാലുക്കള് പലതും പറഞ്ഞുണ്ടാക്കും. അത് വിശ്വസിക്കാൻ പാടുണ്ടോ? എന്റെ മോളെ, എനിക്ക് എന്റെ പൊന്നിനെ വിശ്വാസ. ഈ അശ്വതിക്കാ സംശയം. ഇപ്പോ അശ്വതി ചേച്ചിയുടെ സംശയം മാറിയോ ആന്റി? വിശ്വാസമായോടി നിനക്ക്? സംശയം മാറി, എനിക്ക് വിശ്വാസമായി. അശ്വതിക്ക് സന്തോഷായി മോളെ. കരച്ചിലൊക്കെ നിന്നു. ശരി ആന്റി, പിന്നെ വിളിക്കാം. ഓ ആയിക്കോട്ടെ. ശരി മോളെ. ഡി, ഇപ്പൊ എന്തു പറയുന്നു? സന്തോഷമായ സന്തോഷം. എന്നാലും ചാരു എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? എടി എന്റെ പൊന്നു, പറഞ്ഞില്ലേ, രമേശന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത അസൂയാലുക്കൾ പലതും പറഞ്ഞുണ്ടാക്കും. എടി, ഇവിടെ ഉള്ളവരെ നന്നാവുന്നതോ സന്തോഷിക്കുന്നതോ ആ ഐശ്വര്യം കെട്ടവർക്ക് ഇഷ്ടമല്ല. നീ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കു പെണ്ണേ. അതെ, നാ പിടിക്കങ്ങോട്ട്. ഈ തുണിയൊക്കെ മടക്കി അലമാരി കൊണ്ടൊന്ന് വെക്ക്. തട്ടിക്കളഞ്ഞപ്പോ ആലോചിക്കണം. ചേച്ചി, ചേച്ചിക്ക് എന്തു പറ്റി? തലവേദന ഉണ്ടോ? ഞാൻ കാപ്പി എടുക്കട്ടെ? രമേശ് ചേട്ടനെ ശ്രേയ പറഞ്ഞു പറ്റിച്ചത് ഓർത്തിട്ടാണോ ടെൻഷൻ? വിഷമിക്കണ്ട. ശ്രേയ രമേശ് ചേട്ടനെ പറ്റിച്ചാലും ദൈവം കൈവിടില്ല. ഉറപ്പായിട്ടും സീറ്റ് കിട്ടും. ചേച്ചി നോക്കിക്കോ.
ചേച്ചിക്ക് ഞാൻ കാപ്പി എടുക്കാം. എനിക്ക് കാപ്പിയും കൂപ്പിയും ഒന്നും വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിടുവോ? ശല്യം ചെയ്യാതെ അങ്ങനെ ഒരു സഹായം ചെയ്തു തന്നാ മതി. ശ്രേയോടുള്ള ദേഷ്യമാണോ ചേച്ചി? ചേച്ചി എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. ഞാൻ പാർട്ടി പ്രസിഡന്റുമായിട്ട് സംസാരിച്ചത് ആകാശ് ഒളിഞ്ഞു നിന്ന് കേട്ടു. ഇത്രയ്ക്ക് ലോ ക്ലാസ് ക്യാരക്ടറാണോ അവന്റേത്? ഛേ, എല്ലാരും വളരെ ആത്മാർത്ഥമായിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. മാഡം പറഞ്ഞത് ഏത് രീതിയിലാണാവോ? അഭിനന്ദിച്ചതാ, പക്ഷേ മുഖം കണ്ടിട്ട് അങ്ങനെയും തോന്നുന്നില്ലല്ലോ. ഇവിടെയല്ല, ഇന്റലിജൻസ് ബ്യൂറോയിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ളവരാ ഇവിടെയുള്ളവര്. സ്പൈ വർക്ക്. എന്താ മനസ്സിലായില്ലേ? അതോ മനസ്സിലാവാത്തതുപോലെ ആക്ട് ചെയ്യണോ? ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഓഫീസ് ജോലി അല്ലാതെ ഒളിഞ്ഞു നിന്ന് കേട്ട് അത് കൊണ്ടുപോയി കണ്ടവരുടെ ചെവിയിൽ എത്തിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞങ്ങളാരും ഒന്നും കേട്ടില്ല മാഡം. ഞാൻ നിങ്ങളെ അല്ലല്ലോ പറഞ്ഞത്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓഫീസിലെ കാര്യം മാത്രം നോക്കിയിരുന്ന എല്ലാവർക്കും നല്ലത്. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാണിംഗ്. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറാവാതെ അശ്വതി ചേച്ചി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ അമ്മായി എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവോ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും സാരമില്ല. ചേച്ചി ഒരു പാവ. ശ്രേയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. രമേശേട്ടനും ചേച്ചിയും ശ്രേയുടെ ചതിയിൽ വീഴരുത്. അത് മാത്രം മതി എനിക്ക്.